അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരമൽ പീനട്ട് കേക്കാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതിനോടൊപ്പം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ സംശയങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് കഴിയുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മിൽക്ക് എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ബീറ്റ് ആവാൻ തുടങ്ങുമ്പോഴത്തേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ബീറ്റായി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആയിട്ടാണ് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലും മിൽക്കും നമുക്ക് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര നമുക്ക് കുറച്ചായിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട നല്ല ബീറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇളം ചൂട് പാലൊഴിച്ചു കൊടുക്കാം. സ്പീഡൊന്ന് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പോളം സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മിക്സ് ചെയ്യാണ് എപ്പോഴും നല്ലത്. അങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ ഇട്ട് ഞാനൊരു പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാൻ പാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് വരെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 20-25 മിനിറ്റിനകം എനിക്ക് ബേക്കായി കിട്ടി. കോൺഫ്ലവറോടെ ചേർത്തതുകൊണ്ട് കുറച്ച് സമയം മതി നമുക്കിത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കേക്ക് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. മാറ്റി നല്ല കേക്ക് നല്ല തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ലേയേഴ്സായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരാം. നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ വാനില എസൻസും 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇത് നല്ല സ്റ്റിഫ് ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇത് അല്പം നേരം നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് അടച്ചു വയ്ക്കാം. കാരമൽ സോസ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തൂടെ ഒന്ന് നിരത്തി വയ്ക്കാം. പതുക്കെ ഇങ്ങനെ അലിയാൻ തുടങ്ങുമ്പോൾ നമുക്കത് യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാര അങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങി. ഇങ്ങനെ പതുക്കെ 4 സൈഡിൽ നിന്നൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഇട്ടാലും കുഴപ്പമില്ല. അതും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം കൂടെ ഒഴിക്കുമ്പോൾ ഈ പഞ്ചസാര ഒന്ന് കട്ടിയാവും. സാരമില്ല, അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ ഏതങ്ങ് ലൂസായിക്കോളും. ഇവിടെ ക്യാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ടീസ്പൂൺ ബട്ടർ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തതും കപ്പലണ്ടി കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് സൈഡിലത്തെ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാം. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ലെയർ ബോർഡിലോട്ട് കുറച്ച് ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് വെക്കാം. ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കുപ്പിയിലോട്ടാക്കി തണുക്കാൻ വെച്ചിരുന്ന ഇത്. അത് നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ചോ എങ്ങനെ നിങ്ങളുടെ യൂസ് അനുസരിച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഷുഗർ സിറപ്പൊക്കെ കേക്കിൻ്റെ എല്ലാ സൈഡിലോട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം എല്ലാ സൈഡിലുമായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വഴറ്റി വെച്ചിരുന്ന ബദാമാണിത്. ബദാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എനിക്കിതൊരു ഓർഡർ കേക്കായിരുന്നു.
ഇന്ന് എൻ്റെ ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അവളുടെ പേര് ഫർഹാന എന്നാണ്. അപ്പോൾ ഫർഹാന കുട്ടിക്കായിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പം അവൾക്ക് ചോക്ലേറ്റ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ബദാം ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടും ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് മതി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞൊരു കേക്കിൻ്റെകത്ത് ഞാൻ കാണിച്ചിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. രണ്ടാമത്തെ ലെയറും വെച്ച് ഞാൻ ക്രീം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ കാരമൽ സോസ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിലായിട്ട് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ബദാമോട് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിന് മുകളിലായിട്ട് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ലെയർ വെച്ച് ക്രീമും ചേർത്ത് നമ്മൾ ക്രീം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. 15 മിനിറ്റ് ക്രീം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് പുറത്തെടുത്ത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഈ സ്പാച്ചില അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഒരുവിധം ലെവലായി കിട്ടും. പിന്നെ സൈഡൂടെ നമുക്ക് കവർ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. സൈഡൊക്കെ കവർ ചെയ്ത് മുകളിലോട്ട് പൊന്തിക്കുന്ന ഭാഗം നമ്മളിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഓരോ പ്രാവശ്യം ഇങ്ങനെ അകത്തോട്ടാക്കുമ്പോഴും ഒരു ടവലോ ബട്ടർ പേപ്പറോ വെച്ച് സ്പാച്ചിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയാണ് നമ്മൾ കാരമൽ സോസ് ഇതിൻ്റെ മുകളിലായിട്ടായിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി പതുക്കെ. ഇനി സൈഡ് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. സൈഡിലേക്ക് നമ്മൾ ബദാമും കപ്പലണ്ടിയും കൂടെ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തായിരുന്നല്ലോ ക്രഷ് ചെയ്തത്, അതിങ്ങനെ ഒന്ന് ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കുക. കേക്കിൻ്റെ സൈഡും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡെക്കറേഷനൂടെ നമുക്ക് ചെയ്യാം. ഞാൻ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് സൈഡിലൊരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൻ്റെ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് ചെറുതായിട്ടൊരു ലീഫും ഒക്കെ വെച്ചിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ തന്നെ ചെയ്യാം. ഇത് ഫോണ്ടൻറ്റിലാണ് ചെയ്തത്, അത് ഒന്ന് വെച്ച് കൊടുക്കാം. നേരിട്ട് ഞാൻ കളറ് ഫോണ്ടനിൽ ചേർത്തപ്പോഴത്തേക്ക് കൈയെല്ലാം റെഡ് കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കയ്യിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യം. താങ്ക് യു.